ക്രിയേഷൻസിൻ്റെ തുണ്ടത്തിൽ സ്പീക്കിംഗ് പുതിയ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ജനുവരി 16 കൂടി കടന്നു വരികയാണ്. മലയാള സിനിമയിലെ നിത്യഹരിത നായകനായിരുന്ന ശ്രീ പ്രേം നസീർ ഓർമ്മയായിട്ട് ജനുവരി 16, 2021 32 വർഷം തികയുകയാണ്. നസീർ സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലെത്തുന്നത് നസീർ സാറ് സൃഷ്ടിച്ച റെക്കോർഡ്സ്, എസ്പെഷ്യലി ഗിന്നസ് റെക്കോർഡ്സ്, അതൊന്നും തന്നെ ഇനി ആരാലും തകർക്കപ്പെടാൻ പറ്റാത്ത റെക്കോർഡ്സ് കൂടിയാണെന്ന് ഓർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സവിശേഷത നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നത്. അതായത് 700-ലേറെ സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതും ഒരു പ്രാദേശിക ഭാഷയിൽ മാത്രം. മലയാളത്തിലെ ഹിറ്റ് മേക്കറായിരുന്ന സംവിധായകൻ ശശികുമാർ സാറിൻ്റെ 100-ലേറെ സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചു. നസീർ സാർ ഷീലാമ്മ ജോഡി 100-ലേറെ സിനിമകളിൽ അഭിനയിച്ചു. നസീർ സാറും അതുപോലെ തന്നെ ശ്രീമതി ജയഭാരതിയും ജോഡിയായി 70-ലേറെ സിനിമകളിൽ അഭിനയിച്ചു. ഒരു വർഷം റിലീസായ ഒരു ഹീറോയുടെ പടങ്ങളുടെ എണ്ണത്തിലും നസീർ സാറാണ് റെക്കോർഡ് ഹോൾഡർ. അപ്പോൾ ഈ റെക്കോർഡ്സൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ റെക്കോർഡ്സും ഇനിയുള്ള റെക്കോർഡ്സും സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഭേദിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ അമ്മ ധാരാളം സിനിമകൾ തിയേറ്ററിൽ പോയി കാണുമായിരുന്നു. അതൊക്കെ തന്നെ നസീർ സാറിൻ്റെ സിനിമകളായിരുന്നു. അമ്മയ്ക്ക് കൂട്ടുപോയി ഇരുന്നത് ഞാനായിരുന്നു. തിയേറ്ററിൽ സ്ക്രീനിൽ നസീർ സാറിനെ കാണിക്കുമ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ആഹ്ലാദ ആരവങ്ങൾ, ആവേശത്തിമിർപ്പ്, വിസിലടികൾ, കയ്യടികൾ, അദ്ദേഹത്തെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ വലിച്ചെറിയുന്ന പൂക്കൾ, ഈ മേളഘോഷങ്ങളൊക്കെ തന്നെ എൻ്റെ കുട്ടി മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ഈ സ്വാധീന ശക്തി ആണ് എന്നെ നസീർ സാറിലേക്കും സിനിമയിലേക്കും അടുപ്പിച്ചത് എന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഓൾ കേരള പ്രേം നസീർ ഫിലിം ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയിൽ അംഗത്വം എടുക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. എൻ്റെ കുടുംബ വീട് തിരുവനന്തപുരത്ത് കൈതമുക്കിലായിരുന്നു. ഈ ഫാൻസ് അസോസിയേഷൻ്റെ അമരക്കാരൻ, ജനറൽ സെക്രട്ടറി പോസ്റ്റ് വഹിച്ചിരുന്ന ഞാൻ ശേഖർ എന്ന് വിളിക്കുന്ന ഒരു രാജശേഖരൻ താമസിച്ചിരുന്നത് കൈതമുക്കിലായിരുന്നു. ഞങ്ങൾ വളരെ അവിചാരിതമായാണ് പരിചയപ്പെടുന്നത്. രണ്ടുപേരും നസീർ സാറിൻ്റെ കട്ട ഫാനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളുടെ സൗഹൃദം കൂടുതൽ ദൃഢപ്പെട്ടു. അന്നത്തെ കാലത്ത് ഈ ഫാൻസ് അസോസിയേഷൻ്റെ പ്രതിമാസ മീറ്റിംഗ് അറിയിച്ചിരുന്നത് കത്തുകളിലൂടെയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഒന്നും ഉണ്ടായിരുന്ന കാലമല്ല. അപ്പോൾ ഈ മീറ്റിംഗ് ഡേറ്റിൻ്റെ ഒരു 4-5 ദിവസം മുന്നേ ഞാൻ ഈ പറഞ്ഞ ശേഖർ എൻ്റെ വീട്ടിൽ വരും. വരുമ്പോൾ കയ്യിൽ ലെറ്റർ പാഡിൻ്റെ ഒരു ബുക്ക്, 2-3 കാർബൺ പേപ്പർ. അന്ന് ഈ ഫോട്ടോസ്റ്റാറ്റിൻ്റെ ജോലി ചെയ്തിരുന്നത് ഈ കാർബൺ പേപ്പറാണ്. പേപ്പറിൻ്റെ ഇടയിൽ കാർബൺ വെച്ചിട്ട് അങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ കോപ്പി പലർക്കും അറിയായിരിക്കാം. പിന്നെ എഴുതാനുള്ള മാറ്റർ, പോസ്റ്റ് ചെയ്യാനുള്ള എൻവലപ്പ്, ഈ അംഗങ്ങളുടെയൊക്കെ അഡ്രസ്സ്, ഇതുമൊക്കെ ആയിട്ടായിരിക്കും ശേഖറിൻ്റെ വരവ്. അപ്പോൾ ഈ കാർബൺ പേപ്പർ വെച്ചിട്ട് നല്ല വടിവത്ത അക്ഷരത്തിൽ 10-35 പേർക്ക് ഞാനായിരുന്നു കത്ത് എഴുതിയിരുന്നത്. ഈ എഴുതിയതിന് ശേഷം ഇത് കവറിനകത്താക്കുക, ഒട്ടിക്കുക, അഡ്രസ്സ് എഴുതുക, അപ്പോൾ ഇതൊക്കെ എൻ്റെ ജോലിയായിരുന്നു. ഇതിനെനിക്കൊരു കൂലിയുണ്ട്. നസീറിൻ്റെ റിലീസ് പടം വെരി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ
ഫസ്റ്റ് ഷോ എന്ന് പറയുമ്പോൾ വൈകുന്നേരം 6 മണിക്കോ 6:30ക്കോ ഉള്ള ഷോ. ഫാൻസുകാരോടൊപ്പം ബാൽക്കണിയിലിരുന്ന് പടം കാണാനുള്ള ഒരു സൗകര്യം ശേഖർ ഒരുക്കി തരും. ഈ ടിക്കറ്റിൻ്റെ കാശ് ഞാൻ കൊടുക്കണം, അത് വേറെ. എന്നാലും ആ ആംബിയൻസിലിരുന്ന് പടം കാണുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഒരു ഏർപ്പാടായിരുന്നു. അപ്പോൾ ഷോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ബാൽക്കണിയിൽ കുട്ടക്കണക്കിന് പൂക്കൾ, അതുപോലെ തന്നെ ഗ്ലേസിംഗ് പേപ്പർ കട്ട്സ്, അതൊക്കെ ഈ ലോഡ് കണക്കിന് ബാൽക്കണിയിൽ കൊണ്ടുവന്ന് നിരത്തും. എന്നിട്ട് എല്ലാ പ്രേക്ഷകരുടെയും, ബാൽക്കണിയിലിരിക്കുന്ന ഈ ഫാൻസുകാരുടെ എല്ലാവരുടെയും കൈകളിൽ പൂക്കളും ഈ പേപ്പർ കട്ട്സും ഒക്കെ ഓരോ പിടി വെച്ച് കൈകളിൽ വച്ച് തരും. ഇതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ശേഖർ പുള്ളി മാറ്റിനി ഷോ, ആ സെയിം പടം മാറ്റിനി ഷോ എന്ന് പറയുമ്പോൾ 2.5 മണിക്കുള്ള ഷോ, ഒറ്റയ്ക്ക് പോയി ആ സിനിമ ഒന്ന് കാണും. കണ്ടിട്ട് നസീർ സാറിനെ എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നസീർ സാറിൻ്റെ പാട്ട് രംഗങ്ങൾ എവിടെയൊക്കെയാണ്, ആക്ഷൻ സീൻസ് എവിടെയൊക്കെയാണ്, ചുരുക്കി പറഞ്ഞാൽ നസീർ സാർ ഷൈൻ ചെയ്യുന്ന സീക്വൻസസ് എവിടെയൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഫാൻസുകാരുടെ യഥാർത്ഥ ഷോ നടക്കുന്നത് ഈ ഫസ്റ്റ് ഷോയ്ക്കാണ്, ഈ 6-6:30 മണിക്കുള്ള ഷോയാണ്. അപ്പോൾ സിനിമ തുടങ്ങി നസീർ സാർ എൻട്രി ആകുന്നതിൻ്റെ തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ നസീർ സാറിനെ സ്ക്രീനിൽ കാണിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ശേഖർ ഉച്ചത്തിൽ അനൗൺസ് ചെയ്യും, അടുത്ത സീനിൽ നസീർ സാറ് എൻട്രി ആകും എന്ന് ഉച്ചത്തിൽ അനൗൺസ് ചെയ്യും. കാരണം ആ സമയത്ത് നമ്മൾ പൂക്കളും ഗ്ലേസിംഗ് പേപ്പർ കട്ട്സും ഒക്കെ ആയിട്ടിരിക്കുന്നവർക്കൊന്ന് പ്രിപ്പയർ ആകാനുള്ള ഒരു മുന്നറിയിപ്പാണത്. അപ്പോൾ അങ്ങനെ നസീർ സാറ് സ്ക്രീനിൽ ഇൻട്രൊഡ്യൂസ് ആകുമ്പോൾ ഇത് സ്ക്രീനിലേക്ക് വലിച്ചെറിയുക. മിക്കപ്പോഴും ഈ പൂക്കൾ വാരി എറിയുന്നത് നസീർ സാറിൻ്റെ നേരെയാണെങ്കിലും ഈ പുഷ്പവൃഷ്ടിയുടെ സൗഭാഗ്യം മുഴുവനും അനുഭവിക്കുന്ന താഴത്തെ ക്ലാസ്സിലിരിക്കുന്ന ആൾക്കാരാണ്. കാരണം അവരുടെ തലയിലേക്കാണ് ഈ പൂക്കൾ വന്ന് വീഴുന്നത്. അപ്പോൾ ചില അവസരങ്ങളിൽ താഴെ നിന്നും ചില തെറി വിളികളൊക്കെ മുകളിലേക്ക് നോക്കി ഉണ്ടാകാറുണ്ട്. പക്ഷെ എന്നാലും തിരിച്ചതിന് കൗണ്ടർ ഇവിടുന്ന് കൂട്ടായിട്ട് വളരെ ശക്തമായ രീതിയിൽ പോകുമ്പോൾ അത് കെട്ടടക്കും. അപ്പോൾ അങ്ങനെ ഓർക്കുമ്പോൾ പലതരത്തിലുള്ള നൊസ്റ്റാൾജിക് ഫീലാണ് ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത്, നസീർ സാറിനെ ഒരുപാട് തവണ കാണാനും സംസാരിക്കാനും അടുത്തിടപഴകാനുമൊക്കെ അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ ഫാൻസ് അസോസിയേഷൻ മുഖാന്തരമാണ്. നസീർ സാർ തിരുവനന്തപുരത്ത് വന്നാൽ സ്റ്റേ ചെയ്യുന്നത് തെക്കാട്ടുള്ള അമൃത ഹോട്ടലിലാണ്. അപ്പോൾ ഏതെങ്കിലും നസീർ സാറിൻ്റെ പുതിയ റിലീസ് പടവുമായി ബന്ധപ്പെട്ട് ഫാൻസുകാർ നസീർ സാറിനെ കാണാൻ പോകുമ്പോൾ ഞാനും ഒപ്പം കൂടാറുണ്ട്. അപ്പം അങ്ങനെ നിരവധി തവണ നസീർ സാറിനോട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെയുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നിറമുള്ള സ്മരണകൾ നസീർ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതൊക്കെ തന്നെ മലയാളികൾ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുമായി ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. മലയാള സിനിമയുടെ യശസ് ലോക സിനിമാ ഭൂപടത്തിലെത്തിച്ച ആ പുണ്യാത്മാവിന് ഈ നിമിഷത്തിൽ ഒരു പിടി സ്നേഹപ്പൂക്കൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ. നന്ദി, നമസ്കാരം. ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം.
ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി.